ഹലോ, അപ്പോൾ നമ്മളിന്ന് ഒരു ദിവസം ഹോസ്റ്റലിൽ എന്തൊക്കെ കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ് കാണാൻ പോണേ. രാവിലെ എണീക്കാൻ നല്ല ലേറ്റ് ആയെങ്കിൽ പോലും നമ്മൾ ഫുഡ് മിസ്സാക്കണ്ടല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് റെഡിയായി മെസ്സിലോട്ട് പോയി. അപ്പോൾ നമുക്കിന്ന് ഇഷ്ടമുള്ള ഫുഡായിരുന്നു. ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് വന്ന് അങ്ങനെ മെസ്സിലിരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു. അധികം കത്തിയടിക്കാനൊന്നും നിന്നില്ല, കാരണം ടൈം ഇല്ല, രാവിലെ കോളേജിൽ പോകണമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേനും 1 മണിക്കാണ് നമുക്ക് ബ്രേക്ക്. 1 മണിക്ക് വിശന്ന് വന്നപ്പോഴത്തേനും നല്ല ചോറും ചെമ്മീൻ കറിയും പപ്പടവും ബീൻസ് തോരനും പിന്നെ നന്ദയുടെ അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ചച്ചാറൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ കഴിക്കുമ്പോൾ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചായയും സമൂസയൊക്കെ ആയിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സമൂസ വേണ്ടാത്തതുകൊണ്ട് ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡി ആയതേ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളും ചാർട്ടൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അതിൻ്റെയാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മുടെ അമ്മൂൻ്റെ എന്നത്തെയും പോലുള്ള ഷോ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു കടയിൽ പോയി. അവിടെ പോയപ്പോൾ സാധനം ഇല്ല. പിന്നെ അടുത്ത കടയിലേക്ക് നടന്നു പോയി. അവിടെ പോയപ്പോൾ കുറേ ചാർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരോ കളറൊക്കെ എടുത്ത് സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നന്ദയുടെ കുറേ സാധനങ്ങളെടുത്ത് ആവശ്യമില്ലാത്ത കളിക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നമ്മൾ അങ്ങനെ നടന്നു വന്നു. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേനും നന്ദ അവിലോസോടിയൊക്കെ എടുത്ത് കഴിക്കുന്നു. പിന്നെ നമ്മളിതേ രാത്രിയിലത്തെ ഫുഡ് മേടിച്ചിന്ന് പുട്ടും ചിക്കനൊക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി നല്ലപോലെ കഴിച്ചു. നമ്മൾ രാത്രി റൂമിൽ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഞങ്ങളിങ്ങനെ വലിയ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വളർത്തിക്കൊണ്ട് വരിക. അതെ.